ഏകഭുക്തം മഹായോഗി, ദ്വിഭുക്തം മഹാത്യാഗി, ത്രിഭുക്തം മഹാരോഗി. ടേസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ സംഭവിക്കില്ല. തലേന്ന് രാത്രിയിൽ പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ അത് കൂടുതൽ ദോഷം ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ വീണ്ടും സ്വാഗതം ഡോക്ടർ വിജയ് മോഹൻസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക്. എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ ചോദിക്കാൻ. ചിലപ്പോൾ ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്കും പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. ഇപ്പം ഞാൻ കുറച്ച് സ്വാർത്ഥമായി എനിക്ക് വേണ്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എങ്ങനെ ചോദ്യങ്ങളൊക്കെ വരികയാണ്, എന്തെങ്കിലും ഡോക്ടറോട് ചോദിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ മതി. ഡെഫിനറ്റായിട്ട് നിങ്ങളുടെ ചോദ്യങ്ങളുള്ള ഉത്തരങ്ങൾ ഡോക്ടർക്ക് അടുത്ത് വരുന്ന എപ്പിസോഡുകളിലൂടെയൊക്കെ തരാൻ വേണ്ടി പറ്റും. ഇപ്പം എനിക്കുള്ള ചോദ്യം എന്താണെന്ന് അറിയാം ഡോക്ടറെ. അതായത് ചില ദിവസം രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, ചില ദിവസം കറക്റ്റായിട്ട്, അതായത് ഇപ്പം ഇന്ന് ഷൂട്ടിന് വരികയാണ്, അപ്പം വേഗം എങ്ങനെയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നെങ്കിൽ ലൈറ്ററായിട്ട് കഴിക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, ഒരു പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുക. അത് ആക്ച്വലി ഇസ് ഇറ്റ് ഗുഡ് ഫോർ മീ ഓർ ഇസ് ഇറ്റ് ഓക്കെ? ബ്രേക്ക്ഫാസ്റ്റിന്റെ അർത്ഥം എന്താണ്? ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞു ഉറക്കത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ആ ഉറക്കം സമയത്ത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് റിപ്പയറിംഗ് പ്രോസസ്സുകൾ നടക്കുക. അതിൻ്റെ ഉള്ള സമയമാണ് ഒരു 8 hours 7 hours, അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ 10 hours പോയിരിക്കും. അപ്പം ഈ സമയത്ത് നമ്മളുടെ ബോഡിയിൽ അധികം മൂവ്മെന്റ്സ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു മെറ്റബോളിസത്തിന്റെ റേറ്റും കുറഞ്ഞിരിക്കും. അപ്പോൾ രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് നമ്മുടെ ബോഡി മെറ്റബോളിക് റേറ്റ് കുറവായിരിക്കും. പിന്നെ നമ്മൾ ഒരു പുതിയ ദിവസം തുടങ്ങുകയാണ്. ഡേ ടൈമാണ് നമ്മുടെ ആക്ടിവിറ്റി ടൈം. അപ്പം അതിന് നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളെ മെറ്റബോളിസം കൂടണം. അപ്പം അതിന് നമുക്ക് ആവശ്യമുള്ള എനർജി, ഇപ്പം കാർ ഓടണമെങ്കിൽ പെട്രോൾ ഒഴിക്കണം എന്ന് പറയുന്നത് അതിനുള്ള എനർജി വേണമെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കണം. അപ്പൊ പ്രീവിയസ് ഡേ ഒഴിച്ച പെട്രോൾ പോരാ. പ്രീവിയസ് ഡേ തലേന്ന് രാത്രിയിൽ പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ അത് കൂടുതൽ ദോഷം ചെയ്തു. അതെന്തായാലും പറഞ്ഞിട്ട് കാര്യം. അപ്പോ തലേന്ന് രാത്രിയിൽ കുറച്ച് ആഹാരം കഴിക്കാവും. ആരോഗ്യത്തിന് നല്ലതാണ്, ഉറക്കത്തിന് നല്ലതാണ്. എന്തായാലും അത് പിറ്റേന്നത്തേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. രാവിലെ നമ്മൾ പെട്രോൾ ഒഴിച്ചേ പറ്റുള്ളൂ. ഇനി പെട്രോൾ ഒഴിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നല്ല, നമ്മൾ എന്തായാലും നമ്മുടെ ഡേ ടു ആക്ടിവിറ്റി ചെയ്തേ പറ്റും. ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലിക്ക് പോകണം, ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ വണ്ടി ഓടിക്കണം, അല്ലെങ്കിൽ കൂലിപ്പണിക്കാരാണെങ്കിൽ കൂലിപ്പണി ചെയ്യണം. അപ്പം അതിനൊക്കെ നമുക്ക് എനർജി വേണം. അപ്പം നമ്മൾ ആഹാരം കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നമ്മളുടെ ബോഡിയിലുള്ള മസിൽസും അല്ലെങ്കിൽ ഫാറ്റ് ലെയറിലും ഒക്കെ ഉള്ള പ്രോട്ടീൻസും ഫാറ്റും ഒക്കെ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങും. അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ചില നമ്മൾ സെർച്ച് ചെയ്യണ ചില പേപ്പേഴ്സ് കാണാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല പറഞ്ഞ ചില പേപ്പേഴ്സ്. പക്ഷെ ഭൂരിപക്ഷം പേരുടെയും അഭിപ്രായം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്ത് പോകുന്നവരിൽ ഈ LDL കൊളസ്ട്രോൾ എന്ന് പറയും, അത് ചീത്ത കൊളസ്ട്രോൾ, അതിന്റെ എമൗണ്ട് കൂടുന്നതായിട്ടും ഹൃദയ സംബന്ധമായ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് തന്നെ നല്ലതാണ്. മാത്രമല്ല നമ്മളുടെ ഒരു ദിവസത്തെ പ്രവൃത്തിയുടെ ഒരു പ്രധാന ഭാഗം എനർജി നമുക്ക് കിട്ടുന്നത് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ്. അപ്പോഴാണ് നമ്മൾ ആക്റ്റീവായിട്ട് പോകാൻ പറ്റും. മോർണിംഗിൽ ആക്റ്റീവായിട്ട് നമുക്ക് ജോലി തുടങ്ങാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് മാത്രമല്ല, അത് ഒരു സമീകൃത ആഹാരം എന്ന് പറയും. ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഷുഗറും എല്ലാം ആവശ്യത്തിന് എല്ലാം അതിനകത്ത് വേണം. നമ്മള് പണ്ടത്തെ ഒരു ചൊല്ലുണ്ട് ആഹാരം കഴിക്കുന്ന രീതിയെ കുറിച്ച്. ഏകഭുക്തം മഹായോഗി, ദ്വിഭുക്തം മഹാത്യാഗി, ത്രിഭുക്തം മഹാരോഗി. ദിവസം ഒരു നേരം മാത്രം ആഹാരം കഴിക്കുന്നവൻ യോഗിയാണ്. 2 നേരം ആഹാരം കഴിക്കുന്നവൻ ത്യാഗിയാണ്. 3 നേരം ആഹാരം കഴിക്കുന്നവൻ രോഗിയാണ്. അപ്പൊ 3 നേരം കഴിക്കണ്ട, 3 നേരം കഴിക്കുക. നമ്മളെ ഇപ്പൊ നമ്മളുടെ 4 നേരം കഴിക്കുന്ന ആൾക്കാരാണ് നമ്മൾ, രാവിലെ രാത്രി. അപ്പൊ ശരിക്കും ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ചതുർഭുക്തം മഹാദ്രോഹി എന്ന് പറയേണ്ടി വരും. മഹാദ്രോഹി കാരണം ബാക്കിയുള്ള ആഹാരം നമ്മളെടുത്ത് കഴിക്കുന്നു. അപ്പൊ ശരിക്കും 3 നേരത്തെ ആഹാരം മതി.
കറക്റ്റ് മതി. രാവിലെ നല്ല രീതിയിൽ കഴിക്കുക. നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡ് പറഞ്ഞില്ലേ, ഇതിലേക്ക് കിങ് ഇൻ ദ മോർണിംഗ്, പ്രിൻസ് ഇൻ ദ ആഫ്റ്റർനൂൺ ആൻഡ് ലൈക്ക് എ ബർഗർ അറ്റ് നൈറ്റ്. പിന്നെ വൈകിട്ട് വേണമെങ്കിൽ 4 മണി പലഹാരം പോലെ എന്തെങ്കിലും ചായയോ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാം. അപ്പൊ നമ്മുടെ പ്രധാന ആഹാരങ്ങൾ 3 നേരം, 3 times. ഈ 2 നേരം ആഹാരം കഴിച്ച് ശീലിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. രാവിലെ ഒരു 7-7:30 ഇടയ്ക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ്, രാത്രി 7-7:30 ഇടയ്ക്ക് ഡിന്നർ. ഓക്കെ. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും. എനിക്ക് 2 നേരം കഴിക്കുന്ന എനിക്ക് നേരിട്ട് അറിയാവുന്നവരൊക്കെ വളരെ ഹെൽത്തിയാണ്. ഓ ഓക്കെ. ഇതെല്ലാം ശീലമാണ്. ഈ ആഹാരം എന്ന് പറയുന്നത് ശരിക്കും ഒരു ശീലമാണ്. ടേസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ സംഭവമില്ല. ടേസ്റ്റ് എന്നൊരു സംഭവം ശരിക്കും ഇല്ല. പിന്നെ അതൊരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പം നമ്മൾ മനുഷ്യൻ മറ്റു മൃഗങ്ങളുമായിട്ട് മനുഷ്യനുള്ള വ്യത്യാസം എന്താ പറയുക? ബാക്കി മൃഗങ്ങളൊന്നും ആഹാരം ടേസ്റ്റി ആക്കി കഴിക്കാറില്ല. ഇല്ല. മനുഷ്യൻ എന്ന മൃഗം മാത്രമാണ് ആഹാരത്തിൽ പഞ്ചസാരയും ഉപ്പും സ്പൈസസും ഒക്കെ ചേർത്ത് ടേസ്റ്റി ആക്കി കഴിക്കുന്നത്. ഇത് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള, ഇപ്പൊ ഉപ്പ് ചേർത്തില്ലെങ്കിലും നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള സോഡിയം നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥത്തിൽ കിട്ടും. ഉപ്പ് നമ്മുടെ നാക്കിനെ മാത്രം സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കൂടുതൽ ഉപ്പ് ചേർത്ത് കഴിച്ച അവസാനം BP കൂടും എന്നല്ലാതെ. അതുപോലെ പഞ്ചസാര, നമ്മള് ഇപ്പൊ ചായയിൽ പഞ്ചസാര ഇട്ടല്ലേ കുടിക്കുന്നത്. കുറച്ചു ദിവസം ചായയിൽ പഞ്ചസാര ഇല്ലാതെ കുടിച്ചു നോക്കും, പിന്നെ പഞ്ചസാര ഇട്ട് ചായ കുടിക്കാൻ പറ്റും. അതെ അതെ. ഫോർ മീ ആക്ച്വലി കോഫിയിൽ ഞാൻ എപ്പോഴും പഞ്ചസാര ഇട്ടിട്ടായിരുന്നു കുടിച്ചോണ്ടിരിക്കുക. പിന്നെ ഞാൻ അതൊന്ന് അങ്ങനെ ഷുഗർ കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ആ ഷുഗറും എടുത്ത് മാറ്റി. ടേസ്റ്റ് എന്നുള്ളതല്ലാതെ അതിനോട് പക്ഷെ ഐ തിങ്ക് കോഫി ടേസ്റ്റ്, കരിമ്പിൻ ജ്യൂസ് പഞ്ചസാരയായി വരുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ഒരു പ്രോസസ്സിനകത്ത് അതിലുള്ള എല്ലാ നല്ല സാധനങ്ങളും മാറ്റിക്കളയും. പിന്നെ അതിനകത്ത് വെറുതെ ഹൈഡ്രോ കാർബൺ മാത്രമേ ഉള്ളൂ. ടേസ്റ്റ് എന്നുള്ളത് ഗാന്ധിജി അതുകൊണ്ടാണ് പഞ്ചസാരയെ വെളുത്ത വിഷം, വൈറ്റ് പോയിസൺ. പഞ്ചസാരയും ഉപ്പും നമ്മൾ അവോയ്ഡ് ചെയ്ത് ശീലിക്കാൻ നല്ലതാണ്. അതെ, കോഫിയിൽ ടേസ്റ്റ് ബെറ്റർ വിത്തൗട്ട് ഷുഗർ എന്ന് എനിക്കിപ്പം മനസ്സിലായി. ആക്ച്വലി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ശീലമാണ്. ഒരു ഉദാഹരണം പറയാം, എല്ലാവർക്കും അമ്മ വയ്ക്കുന്ന ആഹാരം ഭയങ്കര ടേസ്റ്റിയാണ്. അതെ, എനിക്കും. ഭാര്യ വയ്ക്കുന്ന ആഹാരം അത്ര ടേസ്റ്റിയല്ല. അപ്പൊ അതിന്റെ കാരണം അമ്മ ഒരു മിടുക്കിയായ പാചകക്കാരി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഭാര്യ അത്ര മിടുക്കില്ലാത്ത പാചകക്കാരി ആയതുകൊണ്ടോ അല്ല. കുഞ്ഞുനാൾ മുതൽ നമ്മള് ശീലിച്ചു വരുന്ന ഒരു ടേസ്റ്റ്, അത് നമുക്ക് പ്രിയപ്പെട്ട, എന്റെ അമ്മ വയ്ക്കുന്ന ആഹാരം എനിക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ട് വേറൊരാൾക്ക് അത് പ്രിയപ്പെട്ടതാണെന്നില്ല. അദ്ദേഹം വേറൊരു ടേസ്റ്റ് ആയിരിക്കും ശീലിച്ചത്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ടേസ്റ്റ്. നമുക്കറിയാം, ചൈനയിൽ പോയാൽ അവര് പച്ചക്കാണ് ആഹാരം കഴിക്കുന്നത്. ഒരിക്കൽ ഞാൻ ഒരു കോൺഫറൻസിന് പോയപ്പോൾ കിട്ടിയ ആഹാരങ്ങളിൽ എല്ലാം പച്ച സാധനങ്ങളാണ്. അതായത് കൊഞ്ചുണ്ട്, മീനുണ്ട്, ഞാനുണ്ട്, ഒന്നും വേവിച്ചിട്ടില്ല. ഞാൻ അവസാനം ബ്രെഡും ജാമും ഉണ്ടായിരുന്നുണ്ട്. നമുക്കത് ശീലമില്ലല്ലോ. അവർക്ക് ഇതുപോലെ നമ്മള് ഞണ്ട് കറി വെക്കുന്ന കറി വെച്ചാൽ അവർ കഴിക്കാൻ പറ്റും. ഇപ്പം സിമ്പിൾ എക്സാമ്പിൾ, നമുക്കിപ്പോ പഞ്ചാബിൽ പോയിട്ട് നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല, കാര്യം അവര് കടുകെണ്ണ ഉപയോഗിക്കും. നമ്മളുടെ വെളിച്ചെണ്ണ ഇല്ലാതെ ഒരു ആഹാരം നമുക്ക് ഇഷ്ടപ്പെടും, പക്ഷെ അവർക്ക് ഈ വെളിച്ചെണ്ണ എടുത്ത് അവർക്ക് ഇഷ്ടപ്പെടും. തമിഴ്നാട്ടിൽ പോയ വെളിച്ചെണ്ണ ഇഷ്ടപ്പെടും. അപ്പൊ ആഹാരം ഒരു ടേസ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് ഡെവലപ്പ് ചെയ്യാം, നമുക്ക് വേറെ ടേസ്റ്റ് ഡെവലപ്പ് ചെയ്യാം. ഇപ്പോ നമുക്ക് ചക്കയും മാങ്ങയാണ് നമ്മൾ എത്ര വേണമെങ്കിലും കഴിക്കും. അപ്പൊ കിവി ഫ്രൂട്ട് വെട്ടി എത്ര കഴിക്കും? അവർക്ക് ചിലപ്പോ ചക്ക കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ശീലങ്ങൾ. ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ. അപ്പം ആഹാരം എന്ന് പറയുന്നത് നമുക്ക് ശീലിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ ശീലം നമ്മളിപ്പോ പറയില്ല, ഉറങ്ങുന്നതിന്റെ ഇത്ര മണിക്കൂർ മുന്നേ നമ്മൾ ഫുഡ് കഴിക്കണം, ഡിന്നർ. അതുപോലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞിട്ട് ഇത്ര സമയം കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് എന്നുണ്ടോ ശരിക്കും? അങ്ങനെ ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എനി ടൈം ആഫ്റ്റർ യു വേക്ക് അപ്പ് യു ജസ്റ്റ് നമ്മളുടെ പ്രഭാത കൃത്യങ്ങളെ കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ആകെ പഴയ ചില ചൊല്ലുകളുണ്ട്, എണീറ്റ് പല്ല് തേച്ച് മുഖം വൃത്തിയാക്കി കുളിച്ച് വൃത്തിയായതിനു ശേഷം മാത്രം ബ്രേക്ക്ഫാസ്റ്റ് ആഹാരം കഴിക്കണം എന്നൊരു ചൊല്ലുണ്ട്. ഈ എന്താ പറയുക, കഴിച്ചിട്ട് കുളിക്കുന്നവനെ കണ്ടാ കുളിക്കണം. അപ്പം അതിന്റെ റീസൺ നമ്മൾ ബ്ലഡ് സർക്കുലേഷനെ ബന്ധപ്പെടാം. കുളിച്ച് വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ പെരിഫറൽ വെയിൻസ് ഡയലേറ്റ് ആവും. കൂടുതൽ ബ്ലഡ് സ്കിന്നിലേക്ക് പോകുന്ന ഒരു സമയത്ത് നമ്മൾ ആഹാരം കഴിച്ചാൽ ചിലപ്പം നമ്മുടെ വയറ്റിലേക്ക് അധികം ബ്ലഡ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ദഹിപ്പിക്കാൻ ബുദ്ധിമുട്ട് വരാം. അതുകൊണ്ടൊക്കെ അങ്ങനെ വരുന്നത്. അങ്ങനെ ഒരു ടെക്നിക്കൽ റീസൺ ആണ് അത്. അങ്ങനെ പറയുന്നത്. പക്ഷെ അല്ല ഇന്ന സമയത്ത് കഴിക്കണം എന്നൊന്നുമില്ല. പിന്നെ എല്ലാരും പറയും 3 നേരം കഴിക്കുകയാണെങ്കിൽ രാവിലെ ഒരു 7-7:30 ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഉച്ചയ്ക്ക് ഒരു 1-2 ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, പിന്നെ രാത്രിയിൽ ഒരു 7-7:30 കഴിച്ചിട്ട് ഒരു 10 മണിക്ക് ഉറങ്ങാൻ കിടക്കുക. ഈ ഒരു ശീലം ഉണ്ടാക്കുമെങ്കിൽ ടൈമിംഗ് ഇമ്പോർട്ടന്റ് ആണ്.
നമ്മൾ ഇപ്പം പല സമയത്ത് രാവിലെ ചിലപ്പോൾ 7 മണിക്ക് കഴിക്കും, ചിലപ്പോൾ 9 മണിക്ക് കഴിക്കും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ 1 മണിക്ക് കഴിക്കും, ചിലപ്പോൾ 3 മണി കഴിക്കും. അങ്ങനെ വരുന്നവർക്കാണ് ഈ ഗ്യാസ്ട്രൈറ്റിസും ഈ അസിഡിറ്റിയുടെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി കാണുന്നത്. ആഹാരം റെഗുലറൈസ് ചെയ്താൽ തന്നെ ഒരുമാതിരി എല്ലാവർക്കും പ്രശ്നമുള്ള ഈ അസിഡിറ്റി പ്രശ്നങ്ങൾ ഇല്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ആൾക്കാർ പറയും രാവിലെ ആദ്യം ചൂടുവെള്ളം, ഫസ്റ്റ് നമ്മൾ ചൂടുള്ള വെള്ളമാണ് ആദ്യം, അതായത് വാം വാട്ടർ ആണ് ആദ്യം കുടിക്കേണ്ടത്, എന്നിട്ടേ ബാക്കി ഫുഡ് കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ അതിനും പ്രത്യേകിച്ച് ഒരു അടിസ്ഥാനമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് നമ്മളുടെ സാഹചര്യം അനുസരിച്ചാണ്. നമ്മളിപ്പം ഒരുപാട് തണുപ്പുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർ ചിലപ്പം ചൂടായി കഴിക്കേണ്ടി വരും. ഇപ്പം ദുബായിൽ ജീവിക്കുന്നവർ ചിലപ്പോൾ തണുത്തുള്ള കുടിക്കും. നമ്മുടെ പെരിഫറി, നമ്മുടെ നേച്ചറും ഒക്കെ ആയിട്ട് ആഹാരത്തിന് ഇതെല്ലാം ശീലമാണ്. നമ്മളുടെ ബോഡിയെ നമ്മൾ ശീലിപ്പിക്കുക. അതുകൊണ്ട് പണ്ടുള്ള ആൾക്കാർ ഒരു നേരം മാത്രം ആഹാരം കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഈ ഋഷീശ്വരന്മാരൊക്കെ വായിക്കണം ഒരു നേരം ആഹാരം കഴിച്ചു. നമ്മുടെ നാട്ടിൽ തന്നെ നോക്കുവാണെങ്കിൽ ഒരു 100 വർഷം മുമ്പ് നോക്കുവാണെങ്കിൽ സാധാരണ ഒരു ശീലം എന്താണെന്ന് വെച്ചാൽ ഒരു 10-10:30 ആകുമ്പോഴാണ് രാവിലെ എണീറ്റ് എല്ലാം കഴിഞ്ഞ് 10 മണിക്കാണ് ജോലി. ഇപ്പം വയലിൽ പണിയുന്നവരായാലും പറമ്പിൽ പണിയുന്നവരായാലും പണി നോക്കുന്ന മേൽനോട്ടമുള്ളവരൊക്കെ ഒരു 10 മണി സമയത്താണ് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പകൽ മുഴുവത്തെ ജോലിയും കഴിഞ്ഞ് തിരിച്ചു വന്ന് ശരീരം ഫ്രഷ് ആയിട്ട് വൈകിട്ട് ഒരു 6 മണി 7 മണിക്ക് സമയം വീണ്ടും ഒരു ആഹാരം. ഈ 2 ആഹാരമായിരുന്നു കേരളത്തിൽ പണ്ടുണ്ടായിരുന്നു. പിന്നെ അത് മാറി ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മളിപ്പം 2 നേരമായി 3 നേരമായി, അങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ 4 നേരത്തെ ആഹാരമാണ്. ഇപ്പോ നമ്മളുടെ ആഹാര രീതി വളരെ മോശമാണെന്ന് തന്നെ പറയേണ്ടി വരും. ഈ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ ഒരുപാട് പേര് ചെയ്യുന്നത്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പല കുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ റീസൺ പറഞ്ഞതാണ് രാവിലെ എണീറ്റ് കുട്ടികളെ സ്കൂളിൽ അയക്കണം, റെഡിയാവണം, എല്ലാം അതിനുള്ള സമയം കിട്ടുന്നില്ല. പലപ്പോഴും ജോലിക്കാരും ഉണ്ടാവില്ല, അവർ തന്നെ കുക്ക് ചെയ്യുന്നത്. അപ്പൊ രാവിലെ കുക്ക് ചെയ്ത് അതൊരു പ്ലേറ്റിൽ വെച്ച് അടച്ചിയും കൊണ്ടുവരും. അതാണ് ഉച്ചയ്ക്ക് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആണ് ലഞ്ചിന് ഒരു പ്രത്യേക സമയത്ത് കഴിക്കണമെന്നില്ല. ഒരു സമയം കൊടുത്തിട്ടുണ്ടെങ്കിലും ജോലി തീർന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞ് 2-2:30-3 മണിയാവും ഉച്ചയ്ക്ക് കഴിക്കാൻ. അങ്ങനെ കഴിക്കുമ്പോൾ പിന്നെ രാത്രിയിലത്തെ ആഹാരത്തെ അത് എഫക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മള് ജീവിക്കുന്ന ആഹാരം കഴിക്കണം. എന്താ 2 ആൾക്കാരുണ്ട്, കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നവരുണ്ട്, ജീവിക്കാൻ വേണ്ടി കഴിക്കുന്നവരുണ്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മൾ ജീവിക്കാൻ വേണ്ടിയെങ്കിലും കഴിക്കണം. നമ്മള് ജോലിയും ചെയ്തു, കമ്പനിയുടെ ജോലിയും ചെയ്തു, വീട്ടിലെ ജോലിയും ചെയ്തു, നമ്മുടെ ആഹാരം കഴിക്കാൻ ജീവിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അപ്പൊ അതിന് ആ ഒരു ക്ലിപ്ത സമയം വെച്ച് ആഹാരം കഴിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് ആൾക്കാർ ഓപ്ഷൻസ്, പണ്ടാണ് അവള് പുട്ടും കടല, ദോശ, ചമ്മന്തി അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന മലയാളി ഇപ്പൊ ചിയ സീഡിലേക്കും അല്ലെങ്കിൽ എന്താ പറയാ തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ച ഓട്സിലേക്കൊക്കെ മാറുന്നതിനെ കുറിച്ച് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? ഒന്നാമത് എന്താ കാര്യം എന്ന് പറയാം ഡോക്ടറെ, ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, ഒരുപാട് എക്സ്പ്ലനേഷൻസ് ആണ്. ആക്ച്വലി പലരും കൺഫ്യൂസ്ഡ് ആണ്. അതായത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള പുട്ടും കടലയും ദോശയും ചമ്മന്തിയും ഒക്കെ കഴിക്കുന്നതിന് പകരം അയ്യോ ഞാൻ അതൊക്കെ മാറ്റി വെച്ച് അതൊക്കെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റില്ല, ഇപ്പം ചിയ സീഡ് പുഡിംഗ് ആണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നവിടത്തേക്ക് മാറിയതിനെ കുറിച്ച് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? നമ്മുടെ എന്താ പറയുക, സമീകൃത ആഹാരം എന്നൊരു കൺസെപ്റ്റിൽ പോകണം. ഈ പുട്ടും കടലയും പറഞ്ഞു WHO സെലക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല ആഹാര പദാർത്ഥങ്ങൾ ഒന്നിൽ പുട്ടും കടലയുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എല്ലാം കൃത്യമായ ഫാറ്റും കൃത്യമായ അളവിൽ വരുന്ന ഒരു ആഹാരമാണ് ഈ പുട്ടും കടലയും, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പുട്ടും പയറും. അപ്പോ ശരിക്കും പറഞ്ഞാൽ നല്ല ആഹാര പദാർത്ഥങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ഏഷ്യൻ നമ്മുടെ ഫുഡ്സ് കൺട്രീസിലുള്ളത്. കാര്യം അത് പണ്ട് മുതലേ ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു കൾച്ചറിന്റെ മനുഷ്യനുണ്ടായി വന്ന സ്ഥലങ്ങളിൽ 2 സ്ഥലങ്ങളാണ്. ഒന്ന് മോഹൻജാദാരോ, 2 സിന്ധു നദിയുടെ സംസ്കാരം. അപ്പൊ അങ്ങനെ ഡെവലപ്പ് വന്നതാണ്. പക്ഷെ നമുക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പാടാണ്. ഈ സോക്കോൾ പുട്ടും കടലയും രാവിലെ പണ്ട് അമ്മമാര് ജോലിക്ക് പോയില്ലായിരുന്നു, അവരുടെ ജോലി പ്രധാനമായി ജോലി ഇത് തന്നെയായിരുന്നു. ഇപ്പൊ എല്ലാരും ജോലിക്ക് പോകുന്നുണ്ട്. അപ്പം ഹസ്ബൻഡും വൈഫും ജോലിക്ക് പോകുന്നു, മക്കള് സ്കൂളിൽ പോകുന്നു. വരുമ്പോഴത്തേക്ക് പലപ്പോഴും രാവിലെ സമയം കിട്ടാത്തപ്പോഴാണ് നമ്മൾ ഈ കുറുക്ക് വഴികളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് തന്നെയാണ് നമ്മുടെ ഭക്ഷണം കഴിക്കണം തന്നെയാണ്. ഭക്ഷണത്തിലെ എല്ലാ ശരിക്കും കേരളത്തിലുള്ള ഭക്ഷണം, ഇപ്പോഴത്തെ ഭക്ഷണം സമീകൃത ആഹാരമാണ്. പണ്ടത്തെ കേരള ഭക്ഷണത്തിൽ അരിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമ്മളിപ്പോ കഴിക്കുന്ന ആവശ്യത്തിന് അരിയും എന്താ പറയുക എല്ലാ സാധനങ്ങളും. അപ്പൊ ശരിക്കും നമ്മുടെ ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു 50% നമുക്ക് ഫ്രൂട്ട്സും ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ആയിരിക്കണം 50%.
പിന്നെയുള്ള 50% പകുതി കാർബോഹൈഡ്രേറ്റും മറ്റേത് പ്രോട്ടീൻ. ഓക്കെ, ആ ഒരു റേഷ്യോ നമ്മൾ നോക്കിയാൽ മതി അല്ലേ? അങ്ങനെ കഴിക്കുന്നെങ്കിൽ അത് തന്നെയാണ് ബെസ്റ്റ്. അങ്ങനെ ആഹാരം കഴിക്കാത്ത, ഇപ്പൊ നമ്മള് ഇപ്പൊ വയസ്സായിട്ട് ഒന്നും കഴിക്കാതിരിക്കുന്നവർക്ക് നമ്മൾ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് ആഹാരം കൊടുക്കുന്ന പോലെ അതുപോലെയാണ് ഈ ചിയ സീഡ്സും അതൊക്കെ വരുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് ഒരു മാർക്കറ്റ് ഡ്രിവൻ വേൾഡിലാണ്. ഇൻഫ്ലുവൻസില് പരസ്യങ്ങളുടെ ഇൻഫ്ലുവൻസ്, സെലിബ്രിറ്റീസ് വന്ന് നിങ്ങൾ ചിയ സീഡ് കഴിക്കൂ എന്നെ പോലെ ആവും. ചിയ സീഡ് കഴിച്ചിട്ടില്ല സെലിബ്രിറ്റി അങ്ങനെ ഇരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കില്ല. വന്ന് ബൂസ്റ്റ് ചെയ്ത സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറയുമ്പോൾ എല്ലാം ബൂസ്റ്റ് കുടിക്കും. അത് ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ബൂസ്റ്റ് കുടിച്ചാൽ കപിൽദേവ് ആയത് ഒരു 25 വർഷം അങ്ങനെ രാവിലെ 5 മണി മുതൽ വൈകിട്ട് 6 മണി വരെ പ്രാക്ടീസ് ചെയ്തിട്ടാണെന്നുള്ള കാര്യം നോക്കുന്നത്. നമ്മള് എളുപ്പ വഴിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബൂസ്റ്റ് കുടിച്ച് കപിൽദേവ് ആവാൻ നോക്കുന്നതാണ്. അതിനകത്ത് നമുക്ക് രക്ഷപ്പെടാൻ പാടാണ്. ഇപ്പോഴത്തെ ലോകം അങ്ങനെയാണ്. പക്ഷെ ഏറ്റവും നല്ലത് നമ്മുടെ ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും. ഒന്നും പകരം വെക്കാൻ ഒന്നിനും വെക്കാൻ പറ്റില്ല. അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഇനി സ്കിപ്പ് ചെയ്യണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ഞങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം.